നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ, NANR STR സ്കൂൾ ഓഫ് വിസ്ഡം. എനിക്കൊരു 3 ചോദ്യം എനിക്ക് അയച്ചു തന്നതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൈക്കിക് ഫീൽഡ് എന്നൊന്നുണ്ടോ? ഡെഫിനറ്റായിട്ട് ഉണ്ട്. സൈക്കിക് പവേഴ്സ് എന്താണെന്നും സൈക്കിക് ഫീൽഡ് എന്താണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിദ്ധികളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലർക്ക് നാച്ചുറലായിട്ട് ആ സാധനം ഫീൽ ചെയ്യാൻ പറ്റും, ചിലർക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ചുറ്റും ഈ ഫീൽഡ് ഉണ്ട്, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം, എത്ര ശ്രമിച്ചാലും ഇടയ്ക്ക് മെറ്റീരിയലിസ്റ്റായി വീണു പോവാറില്ലേ? ആരോ പിടിച്ച് തള്ളിയിടുന്നത് പോലെ അവയർനെസ്സിൽ നിന്നിരുന്നുകൊണ്ട് ലീവായി ജീവിക്കാൻ ഒരു സാധാരണക്കാരന് കഴിയുമോ? ഇത് നിരന്തരമായിട്ട് നമ്മളിതിനകത്ത് പറയുന്ന ഉദാഹരണം ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി, എന്നിട്ട് ദേവി തിരിഞ്ഞ് നോക്കരുതെന്ന് പറയുമ്പോൾ തിരിഞ്ഞ് നോക്കി. പിന്നൊന്ന്, ഒരാളെ കണ്ടപ്പം ശിവൻ പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ ചണ്ടാള മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇത് വാൾമുനയിൽ സഞ്ചരിക്കുന്നത് പോലെയാണ്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പം ഇതിൽ ദൈവഗണവും അസുരഗണവും ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ ആ നെഗറ്റീവ് ഇതിൽ വീണ് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അതങ്ങനെയാണ്. അപ്പം നമ്മളത് നിരന്തരം അതിൽ തന്നെ നിന്ന് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് മെറ്റീരിയലിസ്റ്റായി പോകുന്നുള്ളതുള്ള ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ നമ്മൾ എടുക്കണം. ആത്മീയതയിൽ അങ്ങനെ ഭൗതികം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ എന്താണ് മനസ്സിൽ കാണുന്നതെന്ന് വളരെ തെളിച്ച് നോക്കണം. നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മ അല്ലെ ഉത്തരവാദിത്വം, അതെത്ര ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യണം. അവിടെ ഭൗതികം എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. പിന്നെ ഭൗതികം ഉദ്ദേശിക്കുന്നത് സമ്പത്താണ്. നമുക്ക് സമ്പത്താവാമോ, സമ്പത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാമോ, അല്ലെ അതിന് എഫേർട്ട് എടുക്കണോ എന്നുള്ളത്. അപ്പം അത് ഇതിലേക്ക് കടക്കുന്ന സാധകൻ ക്ലിയറായിട്ടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്താണ് ശുദ്ധബോധം, ശുദ്ധബോധത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിന് തടസ്സവാദമൊന്നും പറയുന്നില്ല, അതിനൊരു തടസ്സവാദവും പറയുന്നില്ല. ഒരു രാജാവാണെങ്കിൽ രാജ്യം ഭരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഏത് ഗ്രന്ഥം എടുത്താലും അതിനകത്ത് പറയുന്നുണ്ട്. ഒരു കാരണവശാലും അതിനെ രണ്ടായി തിരിച്ചിട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയത്, ഭൗതികത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റേത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധനെ പോലെ രാജ്യം വിട്ടുപോകണം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. അത് ബുദ്ധൻ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നായിരുന്നെങ്കിൽ ഞാൻ വീടുപേക്ഷിച്ചോ രാജ്യം ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, അതിലൊരു ആ ചോദ്യത്തിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആരോ പിടിച്ച് തള്ളിയിടുന്നത് പോലെ. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് അൺസീൻ വേൾഡ് ഉണ്ട്. അത് നമ്മളിതിനകത്ത് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അൺസീൻ വേൾഡ് എന്താണ്? നമ്മളിവിടെ കാണുന്ന ജീവികൾ പോലെയല്ല, അന്യഗ്രഹജീവികളുണ്ട്. അത് മെഡിറ്റേഷനിൽ കാണാൻ പറ്റുമെന്നും അതെന്താണെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരീരം വിടുന്ന സോൾ, ആത്മാക്കൾ ക്യാമറയിൽ വരെ ഇത് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഒന്നും എതിർത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ആ വഴിക്ക് പോകാനല്ല, അതൊന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അവരുടെ ഇൻഫ്ലുവൻസ് ലൂടെയാണ് പല കാര്യങ്ങളും പലപ്പോഴും നമ്മളറിയാതെ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാമല്ലോ, അറിയാതെ ഞാൻ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു, അയ്യോ ഞാൻ അറിയാതെ എന്നെ ചെയ്യും, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളല്ല, ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആൾ. അപ്പോൾ അവിടെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു അൺസീൻ വേൾഡ് ഉണ്ടെന്ന്
നമ്മൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. ഇനി മൂന്നാമത്തത്, മറ്റൊരു സോൾ നമ്മുടെ എനർജിയെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഡെഫിനറ്റായിട്ട് കഴിയും. ഇത് വെറും നോവലിലോ സിനിമയിലോ ഉള്ള കാര്യമല്ല. ഇഷ്ടം പോലെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ വേർഷൻസ് അവൈലബിളാണ്. അപ്പം അത് അത്രയൊന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും ഓട്ടോബയോഗ്രഫി യോഗി നല്ലവണ്ണം മനസ്സിരുത്തി വായിച്ചാൽ മതി. നല്ലവണ്ണം മനസ്സിരുത്തി വായിച്ചാൽ അതിനകത്ത് വളരെ തെളിച്ചത്തിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇത്രയാണ് 3 ചോദ്യങ്ങൾ. ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാത്തത് 200ഓളം പ്രഭാഷണങ്ങൾ ഇതിനകത്ത് ഒരു വർഷത്തിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ എന്താണ്, ധ്യാനം എന്താണ്, വിപാസന എന്താണ്, ദൈവത്തെ കാണാൻ പറ്റുമോ, കണ്ടവരുണ്ടോ, പ്രേതത്തെ കാണാൻ പറ്റുമോ എന്ന് തുടങ്ങിയിട്ടുള്ള അന്യഗ്രഹത്തിൽ ജീവികളുണ്ടോ എന്ന് തുടങ്ങി എങ്ങനെയാണ് തന്ത്ര വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മതങ്ങളുടെ എസൻസ് എടുക്കേണ്ടത്, ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉപകാരപ്പെടും എന്നുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.